പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ ചുമരിടിഞ്ഞ് കുട്ടികൾ മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ആ സംഭവത്തിൽ അപകടത്തിന് കാരണം ITDPയുടെ അനാസ്ഥയെന്ന് ആരോപിക്കുകയാണ് കോൺഗ്രസ്. ITDP നിർമ്മാണം ആരംഭിച്ച നിരവധി വീടുകൾ പാതി വഴിയിൽ തീരാതെ കിടക്കുന്നുണ്ട് എന്നും ആരോപണമുണ്ട്. കരുവാര ഉന്നതിയിൽ ഇന്നലെയുണ്ടായ അപകടത്തിൽ ആദി, അജിനേഷ് എന്നീ കുട്ടികളാണ് മരിച്ചത്. കുട്ടികളുടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, വേദനിപ്പിക്കുന്ന വിവരമാണ്, കുഞ്ഞു കുട്ടികളാണ് മരിച്ചത്. അപ്പോൾ അതിന് പിന്നാലെ ഈ ഒരു രീതിയിൽ വിമർശനം, ആരോപണമൊക്കെ ഉയർന്നു വരികയാണല്ലോ. എന്താണ് ഇപ്പോൾ കോൺഗ്രസ് വാദിക്കുന്നത്? ഒപ്പം മറ്റ് നടപടികൾ എങ്ങനെ പോകുന്നുണ്ട്? അതായത് ഇതൊരു പ്രധാന വിഷയം. ITDP പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ആദിവാസി ഉന്നതികളിൽ വീട് നിർമ്മാണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഫണ്ടുകളുടെ പ്രശ്നം മൂലം പലപ്പോഴും ഈ വിദൂര ഉന്നതികളിലെ വീടിന്റെ നിർമ്മാണം നിലച്ചു പോകുന്ന ഒരു സ്ഥിതി വരും. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വിദൂര ഉന്നതികളിൽ 6 ലക്ഷം രൂപയാണ് അവർ ഒരു വീടിനെ കണക്കാക്കുന്നതെങ്കിൽ ഈ കൂലിച്ചെലവും മറ്റും കണക്കാക്കി അത് തികയാതെ വരും. അപ്പോൾ പകുതി വഴിയിൽ ഇത്തരത്തിൽ പല വീടുകളും നിന്നു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ നിന്നു പോയ ഒരു വീട്ടിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വരുന്നത്. ഈ പണികളൊന്നും കാലാനുസൃതമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ പൂർത്തിയാക്കാൻ ITDPക്കായില്ല, ഫണ്ടില്ലാത്തത് മൂലം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി. അതാണ് ഈ അപകടത്തിനിടയാക്കിയത്. കുട്ടികൾ സ്വാഭാവികമായും ഇത്തരത്തിൽ കാട് പിടിച്ചു കിടക്കുമ്പോൾ കിട്ടണമെന്നോ അങ്ങനെ വ്യത്യാസമില്ലാതെ കളിക്കാൻ പോകും. അങ്ങനെ പോയ ഈ സ്ഥലത്താണ് ഇതൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്നത്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഇപ്പോഴും പല മേഖലകളിലും ഇത്തരത്തിൽ പകുതി പണി കഴിഞ്ഞ വീടുകൾ അട്ടപ്പാടിയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങളുടെ മരണത്തിനൊക്കെ പിന്നാലെ ഇതാ ഒരു ആരോപണവുമായി കോൺഗ്രസ് മുന്നിലേക്ക് വരികയാണ്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ദാരുണമായ സംഭവമാണ് നടന്നത്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒന്നും അറിയാത്ത 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. ഇത് ITDP ഉൾപ്പെടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു അനാസ്ഥ ഇതിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 1 വർഷം മുമ്പ് ഇതേ മാതൃഭൂമി ചാനലിൽ ഈ വിഷയം ഉന്നയിച്ച് റിപ്പോർട്ട് വന്നതാണ്. ഏതാണ്ട് ഒരു 800ഓളം വീടുകളാണ് അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിൽ ഹഡ്കോ അതുപോലെ തന്നെ TSP ഫണ്ടുകളുമായി ഇങ്ങനെ പാതി വഴിയിൽ വീട് പണി നിലച്ചിരിക്കുകയാണ്. ഈ വീടുകളെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ബലക്ഷയം, ഇതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കണം. ഈ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും പ്ലാസ്റ്റിക് ഷെഡിനുള്ളിൽ കഴിയുകയാണ്.